വിവാഹങ്ങളോ വലിയ കൺസേർട്ടുകളോ ശവസംസ്കാര ചടങ്ങുകളോ എന്തു ആവട്ടെ, ക്യാമറ കണ്ണുകളിൽ നിന്നും സ്വന്തം പ്രൈവസി കാത്തു സൂക്ഷിക്കാൻ ലോകം ഇന്ന് പല വഴികളും നോക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഇവന്റായ മെറ്റ ഗാലയ്ക്കുള്ളിൽ മൊബൈൽ ഫോണുകൾ പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളതും, ബ്രാഡ് പിറ്റ് ഏഞ്ചലീന ജോളി വിവാഹ സമയത്ത് പാപ്പരാസികളെ തടയാൻ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. മൈക്കൽ ജാക്സന്റെ ശവസംസ്കാര ചടങ്ങിൽ ആ അന്ത്യചുംബനങ്ങൾ ക്യാമറയിൽ പകർത്താതിരിക്കാൻ ആകാശത്ത് നോ ഫ്ലൈ സോൺ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നയൻതാര വിഘ്നേഷ് വിവാഹത്തിന് മൊബൈൽ ക്യാമറകൾ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചും, കത്രീന കൈഫിന്റെ കല്യാണത്തിന് നോ ഡ്രോൺ ഏരിയയും നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റും വെച്ചും, റീസെൻ്റായി ഉദയ്പൂരിൽ വെച്ച് നടന്ന വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാന വെഡ്ഡിങ്ങിന് ഫോണുകൾ വാങ്ങി വെച്ചൊക്കെയാണ് അവർ പ്രൈവസി കാത്തു സൂക്ഷിച്ചത്. വിദേശങ്ങളിൽ ഇപ്പോൾ ഇതിനായി യോണ്ടർ പൗച്ചസ് ഉപയോഗിച്ച് ചടങ്ങുകളിൽ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുന്ന ട്രെൻഡ് ഹിറ്റാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, മനുഷ്യർ തമ്മിലുള്ള ഈ സോൾഫുൾ മൊമെന്റ്സ് പകർത്താൻ എന്തിനാണ് ഇത്രയധികം നിയന്ത്രണങ്ങൾ എന്നൊക്കെ അല്ലേ. പണ്ട് പാപ്പരാസി എന്ന് പറയുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരായിരുന്നു സെലിബ്രിറ്റികളുടെ പിന്നാലെ നടന്നിരുന്നത്. എന്നാൽ ഇന്ന് സ്മാർട്ട് ഫോൺ സാർവത്രികമായതോടെ നമ്മൾ ഓരോരുത്തരും അറിയാതെ ഒരു പാപ്പരാസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സെലിംകുമാറിന്റെ മരണ വീട്ടിൽ നമ്മൾ കണ്ട കാഴ്ചകൾ ഇതിന്റെ ഒരു തുടർച്ച മാത്രമാണ്. സങ്കടം നിയന്ത്രിക്കാനാവാതെ അദ്ദേഹത്തിന്റെ മകന് ക്യാമറകൾക്ക് മുന്നിൽ സംസാരിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടു. ഒരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഒളിഞ്ഞു നോക്കാൻ നമുക്ക് അവകാശം ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ എവിടെയോ ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ കൊടുക്കുന്ന പൈസ അവരുടെ ആ 2 മണിക്കൂർ ആർട്ടിനുള്ളതാണ്, അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലോ സങ്കടങ്ങളിലോ രോഗശയ്യയിലോ ഇടപെടാനുള്ളൊരു ടിക്കറ്റേ അല്ലാതെ. ഒരു ഫോണും കുറച്ച് ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ ആരുടെയും ജീവിതത്തിലേക്ക് ക്യാമറയും കൊണ്ട് ഇടിച്ചു കയറാമെന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തരം ഡിജിറ്റൽ എൻക്രോച്ച്മെന്റ് ആണിത്. നമ്മളും ആലോചിക്കണ്ടേ, മനുഷ്യരുടെ എല്ലാ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകളല്ല, ചില നിമിഷങ്ങൾ അനുഭവിക്കാൻ മാത്രമുള്ളതാണ്. നമ്മൾ തളർന്നു നിൽക്കുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന, കൂടെ ഉണ്ടെന്ന് നിശബ്ദമായി പറയുന്ന ചില മനുഷ്യരുണ്ടാവും ജീവിതത്തിൽ. ആ സാമീപ്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. വ്യൂസിനും ഫോളോവേഴ്സിനും വേണ്ടി ഓടുമ്പോൾ ഉള്ളിലെ മനുഷ്യത്വം നഷ്ടപ്പെടാതെ നോക്കാം. ലെറ്റ് us respect the grief, value the privacy. കാരണം ക്യാമറ ലെൻസുകൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ആഴമുണ്ട് മനുഷ്യൻ്റെ വേദനകൾക്കും സ്നേഹത്തിനും.